ഇന്നാൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികൾ വല്ലാതെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ വേറെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോട് ഞാൻ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കണോ എല്ലാവരും യാസീൻ ഓതി എന്നാ സമ്മാനം തരാം. കുട്ടികളൊക്കെ വട്ടത്തിലിരുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ ഓതുന്ന് കണക്കാക്കി ഞാൻ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി മറ്റേ റൂമിൽ പോയിട്ടുള്ളൂ. ഗേറ്റിൻ്റെ അടുത്ത് കുട്ടികളെ പറഞ്ഞാൽ അപ്പോഴേക്കും ഓലെ യാസീൻ തീർന്നു. അപ്പോൾ ഓടി വന്നിട്ട് ആ കൂട്ടത്തിൽ ഒരു കുട്ടീനോട് പറഞ്ഞു, ഉപ്പ യാസീൻ കഴിഞ്ഞു, സമ്മാനം തരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, യാസീൻ തീർന്നോ? നമ്മളിപ്പോൾ എത്ര സ്പീഡിൽ ഓതിയാലും യാസീൻ തീർന്നെങ്കിൽ എത്ര മിനിറ്റ് വേണം? കൂലിക്ക് ഓതാണിച്ചാൽ 5 മിനിറ്റ് വേണം അല്ലേ? അതേ സമയത്ത് ഞമ്മക്കും വേണ്ടി ഓതാണെങ്കിൽ ഒരു 7 മിനിറ്റെങ്കിലും വേണ്ടി വരും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പോൾ ഇവരെന്താണ്, ഇവർ 1 മിനിറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, യാസീൻ തീർന്നോ? തീർന്ന്. അപ്പോൾ ഈ വട്ടത്തിലിരിക്കണ മക്കളുടെ നിങ്ങളൊക്കെ യാസീൻ ഓതി ഇത്ര വേഗം? ഉപ്പ ഓതി. എന്നാൽ ഒന്ന് ഓതി, ഇപ്പോൾ ഒന്ന് ഓതിക്കാണിതാണ്. ഓരോതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നകൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഓലെ യാസീൻ തീർന്നു. നമ്മളെപ്പോലെ ഹദ്ദാദിൻ്റെ ഫാത്തിഹ അങ്ങനെ ഓതുന്നുണ്ടാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹൻ്റെ ഹർഫ്, ഫാത്തിഹൻ്റെ സദ് മദ് ഒക്കെ കൂട്ടിയിട്ട് എത്ര ഹർഫാ ഫാത്തിഹ? ഫാത്തിഹ 156 ഹർഫാണ്. 156 ഹർഫാണ്. ആ 156 ഹർഫ് പൂർത്തിയാകണമെങ്കിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ 155 ഹർഫേ ആവുള്ളൂ, അല്ലെങ്കിൽ 154 ഹർഫേ ആവുള്ളൂ. ഫാത്തിഹ പൂർത്തിയായിട്ടില്ല. എടുക്കാത്ത നോട്ട് മൗലൂദ് ഓതിയിട്ട് കൊടുക്കാൻ പറ്റുമോ? എടുക്കാത്ത നോട്ട് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? നമ്മളൊരാൾക്ക് പ്രധാനപ്പെട്ടൊരു കവർ കൊടുത്തു, അയാൾ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തി വെക്കുമ്പം ആ പൈസ ഏതാ? ഓട്ടുള്ളതാണ്, കീറിയതാണ്. എങ്ങനെ ഉണ്ടാകും? മുത്ത് നബിൻ്റെ അടുത്തേക്ക് യാസീൻ കൊടുത്തയച്ച് നോക്കുമ്പോൾ യാസീൻ 3000 ഹർഫാണ്. ഒരു യാസീൻ നമ്മൾ ഓതിയാൽ അത് എത്ര ഹർഫാണ്? 3000 ഹർഫാണ്. 3000 10 എത്രയായി? 30,000 ആയി അല്ലേ? നമ്മളൊരു യാസീൻ ഓതിയാൽ എത്ര യാസീനാ? അത് 3 യാസീനാണ്. എന്തുകൊണ്ട്? നമ്മളെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. നമ്മൾ യാസീൻ ഓതുമ്പം മലക്കുകൾ നമ്മളപ്പോൾ ഓതൂലേ? എന്തെങ്കിലൊരു സംശയം? ഓതൂലേ? ഉറപ്പാണ്. എന്തുകൊണ്ട്? മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റ വഹാബിയില്ല, മുജാഹിദും ഇല്ല. ആ വക വിവരമൊന്നും ഇതിനങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. അഷ്റഫ്, മലക്കുകളെ കൂട്ടത്തിലില്ലല്ലോ. ഉണ്ടോ ജീവിതത്തിൽ? മലക്കുകളെ കൂട്ടത്തിലാരില്ല, ഒറ്റ വഹാബിയില്ല, മൗദൂദിയില്ല. അപ്പം നമ്മളൊരു യാസീൻ ഓതുമ്പോൾ അത് 3 യാസീനാണ് അല്ലേ? വാപ്പാൻ്റെ ഖബറിലേക്ക് മുത്തനബിൻ്റെ ഹദറത്തേക്ക് യാസീൻ 3000 ഹർഫ്, ഒരു ഹർഫിന് 10 പ്രതിഫലം. അപ്പോൾ നമ്മൾ ഒരു യാസീന് 30,000, ഒരു മലക്കൻ്റെന് 30,000, മറ്റേ മലക്കൻ്റെന് 30,000 അല്ലേ? ഒരു ഫാത്തിഹയും കൂടിയിട്ട് ഓതുമ്പോൾ നമ്മളെ ഫാത്തിഹ, മലക്കൻ്റെ ഫാത്തിഹ, ഒരു ഫാത്തിഹയും ഒരു യാസീനും ഓതിത്തീരുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക്, ഉമ്മാൻ്റെ ഖബറിലേക്ക്, മൊയ്തീൻ ഷേഖിന് ഒക്കെ 1 ലക്ഷം ഹസനത്താണ്. ഇത് മാന്യമര്യാദയിൽ ഓതണം, മാന്യമര്യാദയിൽ ഓതണം. അപ്പോഴാണ് അൽഹംദുലില്ലാ. ഇതേതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ നോക്കുമ്പോഴേ സാധാരണ പല സ്ഥലത്ത് നമ്മളൊക്കെ പോയാലുണ്ടല്ലോ, ഒരു ചെറിയ ബക്കറ്റ് ഒരു കുഞ്ഞു കുട്ടികൾ മുത്തല്ലിമീങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകും. ഇതിപ്പോൾ ഒരു വലിയ ബക്കറ്റ് 2 മുഴുവൻ മനുഷ്യന്മാരാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എടുത്തു വെച്ചോളി. അത്യാവശ്യം ഒരു മോശമില്ലാത്ത സംഖ്യ, 100 ഇല്ലാത്തവർ 200 കൊടുത്താലും മതി. അങ്ങനെ ഉണ്ടാവും. 50 ഇല്ലാത്തവർ 100 കൊടുക്കാം. ചിലപ്പോൾ 50 കൊടുക്കണം എന്ന് എഴുതി പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പോൾ 100 ഉള്ളൂ. എന്നാൽ കൊടുക്കണ്ടെന്ന് വെക്കലല്ല, 100 കൊടുക്കാം. ബിസ്മില്ല. അള്ളാഹു തആല ഖൈർ തരട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾ അതൊക്കെ കൊടുത്തോളി, എൻ്റെ അടുത്തേക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ സമയം ചിലവാക്കുന്നത് ഉപകാരപ്പെടില്ല. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഷിആറുകളും ആസാറുകളും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതായിരുന്നു? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ കണ്ട വിവരം പറഞ്ഞു. റൂഹികൾ തമ്മിൽ, സ്വർഗലോകമാണ് ഖബർ. സ്വർഗലോകത്ത് നിൽക്കുമ്പം ആഗ്രഹിച്ചതൊക്കെ നടക്കൂലേ? സ്വർഗത്തിലൊക്കെ നടക്കും. നമ്മളെ ഖബർ സ്വർഗമാണ്. ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന. അതുകൊണ്ടാണല്ലോ ആ സ്വർഗത്തിൽ താമസിക്കണവരടുത്തേക്ക് നമ്മളാണ് കിടക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹയാത്തിലുള്ള ആൾക്ക് സലാം ചെല്ലണതും മരിച്ചവർക്ക് സലാം ചെല്ലണതും ഒരേപോലെയല്ലേ? അല്ലേ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഞമ്മക്ക് ഓൽക്കും ആഫിയ. അപ്പോൾ അതാണ് മഹാന്മാർ പഠിപ്പിച്ചത്. മരണത്തിൻ്റെ ഡെഫിനിഷൻ എന്താ? മൗത്ത്. അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഇന്തിക്കാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖറ. നിലവിലുള്ള താമസ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുക.
അതിനാണ് മരണം. അതാണ് മരണം. ഇമാം ഗസാലി തങ്ങളുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു മൗത്ത് അതിനെ പറ്റിയിട്ട്, അതായത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അവിടെ ഖുർആൻ ആദ്യം പറഞ്ഞത് ഏതാ? ആദ്യം പറഞ്ഞത് മൗത്താണ്. മരണം തീരുമാനിച്ചുകൊണ്ടാണ് ഹയാത്ത് അല്ലാഹു തആല വെച്ചത്. തബാറക്ക ദിവസോധനല്ലോ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. മരണം തീരുമാനിച്ചു, എന്നിട്ട് ജീവിതം തീരുമാനിച്ചു. അപ്പൊ ആ മൗത്തിന് ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട് ഇന്തിഖാലു ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖറ. ഏതുപോലെ ആലമുൽ അർവാഹിൽ നിന്ന് നമ്മളൊക്കെ പുറപ്പെട്ടു വാപ്പാര മുതുകിൽ, അവിടുന്ന് എവിടേക്കെത്തി? ഉമ്മാന്റെ ഗർഭാശയത്തിൽ. അവിടെ നിന്ന് ഇന്ത്യക്കാൽ ഭൂമിക്ക്, ഇനി ഭൂമിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് താമസം മാറ്റാം. താമസം മാറ്റുമ്പോൾ നമ്മൾ ഓരോ വീടിന് നമ്മൾ ഓരോ പേര് വെക്കൂലേ? ബിസ്മില്ല മൻസിൽ, പിന്നെ കറാമ മൻസിൽ, അഷറഫിയ മൻസിൽ, ഓരോ മൻസിൽ പേര് വെക്കുമല്ലോ. അള്ളാന്റെ റസൂൽ പറഞ്ഞത് അൽ ഖബറു അവ്വലു മൻസിൽ മിൻ മനാസിലിൽ ആഖിറ. നിങ്ങൾ ഒരു മൻസിൽ, നല്ലൊരു താമസ വീട്, അതാണ് ഖബർ. നല്ലൊരു താമസ വീട്, അതാണ് ഖബർ. ആ ഖബറാകുന്ന വീട് എങ്ങനെയാണ്? റൗളത്തും മിൻ റിയാദിൽ ജന്ന. അപ്പോൾ ഏഴുമല ഉസ്താദോ അല്ലെങ്കിൽ അവർക്കൊപ്പത്തിനൊപ്പം സഞ്ചരിച്ച് ജീവിതത്തിൽ രണ്ടുപേരും പിണക്കമുണ്ടായിട്ടില്ല, അസൂയുണ്ടായിട്ടില്ല, കുറ്റപ്പെടുത്തലുണ്ടായിട്ടില്ല, കുറവറയലുണ്ടായിട്ടില്ല. അത്ര നല്ല ആത്മാർത്ഥ ബന്ധത്തിൽ ജീവിച്ച രണ്ട് മഹാന്മാർ ആരാണിത്? തഹബ്ബാ ഫില്ലാഹി വബറകാത. ഇല്ലേ? നാളെ അർശിന്റെ താഴ്ഭാഗത്തിൽ നിഴലിട്ട് കൊടുക്കുന്ന 8 കൂട്ടരെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച 2 സുഹൃത്തുക്കൾ, ആ 2 സുഹൃത്തുക്കളാണ് ഒന്ന് കണ്ണിയത്ത് ഉസ്താദും ഒന്ന് ഏഴുമല ഉസ്താദും. രണ്ടാളെയും ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ. ഏഴുമല ഉസ്താദ് ഒരു മസാല പറഞ്ഞു കൊടുത്തു. കേട്ട ആക്ക് അത് അത്ര ഒരു മട്ടം കിട്ടിയില്ല. എന്തിനു മട്ടം കിട്ടിയില്ല? മസാല ശരിയാകായിട്ടല്ല, മൂപ്പര് വിചാരിച്ചതായില്ല. മൂപ്പര് വിചാരിച്ചതായില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടല്ലോ, ആളുകൾ പഠിക്കാൻ വേണ്ടി ചോദിക്കല്ല. ആളുകൾ പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതിലേറെ ചോദിക്കൽ ഏതിനാ? ഉത്തരത്തിൽ മുട്ടിക്കാൻ. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടത്. നാളെ പാതിരാക്ക് ഒരാൾ 2-2:30 മണിയായിട്ട് അപ്പോൾ ഒരാൾ ഇന്നെ ഫോൺ ചെയ്തു, ഹലോ, ഓ കൂറ്റമ്പാറ ഉസ്താദല്ലേ? ആ, ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ ഉസ്താദെ, പാതിരാക്ക് 2:30 എൻ്റെ സംശയം. ഞാൻ വിചാരിച്ചു ഇവൻ സംശയിച്ച് മരിക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് എന്നാ പറയാ. എന്തേ മോനെ സംശയം? ഉസ്താദെ ഇബ്ലീസ് ആണാ പെണ്ണാന്ന്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി. ഞാൻ ആ പാതിരാക്ക് 2:30 മണിക്ക് ഓനിക്കിപ്പോഴുള്ള സംശയം എന്ന് ഞാൻ പറഞ്ഞു, ഇജ്ജ് ഇബ്ലീസിനാണ് കല്യാണം കഴിച്ചോളാം, എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നാൽ മതിയാവും. അല്ലാണ്ട് എന്താ അവനോട് പറയാനുള്ളത്? ആലോചിച്ചു നിങ്ങൾ. ആൾക്കാർക്ക് ഇപ്പോൾ ഏതല്ല ആര് ഉത്തരത്തിൽ മുട്ടിക്കുക, അങ്ങനത്തെ ഒരു കാലമാണ്. ഡോക്ടറെ സമീപിച്ചു ഒരു പ്രായമുള്ള ആൾ, അയാൾ ഈ കാലിന് ഭയങ്കര കടച്ചിൽ, അയാൾ വിഷമിച്ചാണ് വന്നത്. കാലിന് ഭയങ്കര കടച്ചിൽ, ഡോക്ടറെ ഉറക്കം വരുന്നില്ല. അപ്പോൾ ഡോക്ടർ ഒന്ന് സമാധാനിപ്പിച്ചു, ഒന്ന് തടകി കൊടുത്തു. ഉപ്പാപ്പ പ്രായമൊക്കെ കുറച്ചായില്ലേ, അപ്പം അങ്ങനെ കടച്ചിലൊക്കെ ഉണ്ടാകും. ആഹാ, പ്രായമായിട്ടാണോ ഈ വേദന? അതെ. അപ്പം എന്നാൽ അതേ പ്രായമുള്ള മറ്റേ കാലിന് അതിനെന്താ വേദന ഇല്ലാത്ത? മാന്യമര്യാദയിൽ ശറഅ് ഒരു ഉസ്താദ് പറഞ്ഞാൽ പഠിക്കലല്ലോ. ഏഴുമല ഉസ്താദ് 10 രൂപ കൊടുത്തേക്കണ്. അത് ഇയാൾക്ക് മൂപ്പരിഷ്ടത്തിനായില്ല. അങ്ങനെ അയാൾ എവിടെ വന്നു? കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് വന്നു. കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദല്ലേ, ഒരാൾ വന്നാൽ മുഴുവൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോകുമ്പോൾ അടിയാധാരങ്ങളൊക്കെ പഠിച്ചേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നീ ആരാണ്? ഞാൻ ഹക്കീമാണ് പറഞ്ഞാൽ കുടുങ്ങി. ഞാൻ അബ്ദുൽ ഹക്കീം. ഏത് അബ്ദുൽ ഹക്കീം? ഇന്ന വാപ്പാൻ്റെ മകൻ. മോനാരാണ്? എവിടെ പറക്കുന്ന ആളാണ്? അതൊക്കെ ചോദിച്ചിട്ടേ പറയുള്ളൂ. അപ്പോൾ ഒക്കെ ചോദിച്ചറിഞ്ഞു നോക്കുമ്പോൾ ഇവൻ എവിടുത്തുകാരനാണ്? ഇവൻ ഏഴുമല ഉസ്താദിൻ്റെ അടുത്തുള്ള ആളാ. അല്ലാ, അപ്പം മൂപ്പര് എനിക്ക് 10 കിട്ടിയില്ലേ? അപ്പം മൂപ്പര് പറഞ്ഞു കൊടുത്തു. ആഹാ, മൂപ്പര് പറഞ്ഞെന്ന മസാല എനിക്ക് പോരല്ലേ, വടി എടുത്തിട്ട് ഓനെ അടിച്ചു എന്നോ അടിച്ചാട്ടി എന്നോ ഒക്കെ പറയാം നമുക്ക്. അതേ സമയത്ത് നമ്മൾ തമ്മിലാണെങ്കിൽ എന്താ ഉണ്ടാകുക എന്നറിയങ്ങൾ? ഓനക്ക് എതിരിലൊരു ഫത്വ കൊടുക്കാൻ നമുക്ക് എങ്ങനെ പറ്റാൻ നോക്കണ കാലമാണ് ഇപ്പോൾ. അന്നത്തെ അവർ 2 പേരും ജീവിച്ചപ്പോൾ അതല്ല, അത്ര മഹബത്തുള്ള സുഹൃത്തുക്കളാണ്. സ്വർഗത്തിൽ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച 2 സ്നേഹിതന്മാരെന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ആൾക്കാരാണ് അവർ. ആ മഹാന്മാരൊക്കെ ഖബർ എങ്ങനെയാണ്? റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവരെ ഖബറിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. ഇന്നിപ്പോൾ ഏഴുമല ഉസ്താദിൻ്റെ ആണ്ടാണ്. എത്ര ഫാത്തിഹ ഖബറിലെത്തിയിട്ടുണ്ടാവും? എത്ര യാസീൻ എത്തിയിട്ടുണ്ടാകും? എത്ര ഫാത്തിഹ, എത്ര യാസീൻ എത്തിയിട്ടുണ്ടാകും? ദിവസവും എത്ര ഒഴുകുന്നുണ്ട്? നമ്മളെ ഈ ഉസ്താദുമാരൊക്കെ മനസ്സിലാക്കണം. ഈ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ടല്ലോ, ചെറിയ ശമ്പളത്തിന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ പോയത്തത്തിൽപ്പെട്ടതാണ്. അതല്ല,
ഓല് നല്ല ഡിമാൻഡിൽ നിൽക്കുക തന്നെയാണ്. എന്താ? അല്ലാഹു റബ്ബി. നമ്മളാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ക്ലാരി ബാവൂലുണ്ട്, 53 കൊല്ലം ഒരു സ്ഥലത്താണ് മദ്രസ പഠിപ്പിച്ചത്. ഞാൻ അയാൾ വഫാത്തായിട്ട് ജനാസൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് ആൾക്കാർ പറഞ്ഞു, സാറേ മൂപ്പരെ ജനാസൻ്റെ മുമ്പ് കുറച്ച് നിങ്ങളൊന്ന് സംസാരിക്കണം എന്നോ. നമ്മളെവിടെയെങ്കിലും ചെന്നാൽ ഒന്ന് സംസാരിക്കേണ്ടി വരും. അപ്പം ഞാൻ മൂപ്പരെ പറ്റി കുറച്ചേരം ഇങ്ങനെ ഒരു 10 മിനിറ്റ് അവിടുത്തെ കാരണന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് പഠിച്ചു. 53 കൊല്ലം ഒരു മദ്രസയിൽ. അപ്പോൾ ആ നാട്ടിലെ 60 വയസ്സ് മുതൽക്ക് താഴെയുള്ള ആണും പെണ്ണും മുഴുവനും ആര് ശിഷ്യന്മാരാണ്? ബാവൂലിയുടെ ശിഷ്യന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ആ നാട്ടിൽ ജീവിച്ചിരിപ്പുള്ള വല്ലിപ്പ, വല്ലിമ്മ, ഉമ്മ, വാപ്പ, മകന്, മകൻ്റെ മകന്, 3 തലമുറ മുഴുവനും അവർ ഒതു എടുക്കണത് ബാവൂലിയർ പഠിപ്പിച്ചു കൊടുത്താ. നിയ്യത്ത് ബാവൂലിയർ പഠിപ്പിച്ചതാ, കുളി ബാവൂലിയർ പഠിപ്പിച്ചതാ, ബാങ്ക് ബാവൂലിയർ പഠിപ്പിച്ചതാ, ഇഖാമത്ത് മൂപ്പര് പഠിപ്പിച്ചതാ, ഫാത്തിഹ മൂപ്പര് പഠിപ്പിച്ചതാ, വജ്ജത്ത് മൂപ്പര് പഠിപ്പിച്ചതാ, അത്തഹിയാത്ത് മൂപ്പര് പഠിപ്പിച്ചതാ. ഇങ്ങനെയാണ് നോക്കിയിട്ട്. പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ജനാപത്ത് ഉയരുമോ? ജനാപത്ത് ഉയർത്തണം എന്ന് പറഞ്ഞാൽ കുളത്തിലിറങ്ങിയിട്ട് ഉയരട്ടെ, എങ്ങനെ ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ജനാപത്ത് ഉയരുമോ? അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? എന്താണ് നിയ്യത്ത്? എങ്ങനെയാണ് ഒതു? ആ നാട്ടിലുള്ള ജനങ്ങളുടെ ജുമുഅ, ഒരൊറ്റ ജുമുഅ കഴിയുമ്പോൾ ബാവൂലിയുടെ ഖബറിലേക്ക് എത്ര ഫാത്തിഹാണ്, എത്ര അത്തഹിയാത്താണ്, എത്ര സ്വലാത്താണ്? 5 വഖത്ത് നിസ്കാരം 17 റക്അത്ത്, 17 റക്അത്തിൽ 17 റക്അത്തിൽ വജ്ജത്തു, 17 റക്അത്തിൽ ഖുനൂത്ത്, 17 റക്അത്തിൽ എത്ര റുക്ഉണ്ട്? 17 റുക്ഉ. 17 റുക്ഉൽ സുബ്ഹാൻ റബ്ബിയൽ അളീം വബിഹംദി എത്ര? 3. 17 3 എത്രയായി? 17 റക്അത്തിൽ 34 സുജൂദ്, 34 സുജൂദിൽ സുബ്ഹാൻ റബ്ബിയൽ അഅ്ല വബിഹംദിഹി എത്ര? 34ആയി. എത്ര 3ആയി? ഒരൊറ്റ ദിവസം 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ ആ നാട്ടിലെ ആണും പെണ്ണും 60 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളെയും ഇതൊക്കെ ഓതുന്ന അവരെ ഫർള് നിർവഹിക്കുന്നത് ബാവസ്ഥാദ് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ്. ഒരു മദ്രസ ഉസ്താദിന് അള്ളാഹിൻ്റെ അടുക്കൽ കിട്ടുന്ന പ്രതിഫലം നല്ല നിയ്യത്താണെങ്കിൽ എത്രയാണ്? അതുകൊണ്ടല്ലേ നമ്മളെ ഉസ്താദുമാരൊക്കെ അതിന് നിൽക്കുന്നത്. കൊറോണ സമയത്ത് എല്ലാവരെക്കാട്ടിലും കുടുങ്ങിയത് ആരാണ്? ഉസ്താദുമാരാ. ബാങ്കില്ല, ജുമഅല്ല, നിസ്കാരമില്ല, ദിക്റില്ല, സ്വലാത്തില്ല, ഒരു സംഗതിയില്ല. പ്രവാസികളെ വീട്ടിൽ പോലും നമ്മൾ ഏതെത്തിച്ചു? കിറ്റെത്തിച്ചു. പ്രവാസികളെ വീട്ടിൽ പോലും കിറ്റെത്തിച്ചു. ജമിയത്തുൽ മുഅല്ലിമീൻ മുഅല്ലിമീങ്ങളെ വീട്ടിലേക്കൊക്കെ കിറ്റെത്തിക്കുക, അങ്ങനെ ജമിയത്തുൽ മുഅല്ലിമീൻ പ്രഖ്യാപിച്ചോ? ഇല്ല. ഒരു മുഅല്ലിമ് റോട്ടിൽ എവിടെയെങ്കിലും കൈ കാണിച്ച് നിൽക്കുന്നത് കണ്ടോ? അത് അവർ കുറച്ച് പഠിച്ചതിൻ്റെ ഗുണമാണ്. ജമിയത്തുൽ മുഅല്ലിമീൻ നമ്മളിപ്പോഴും ഓർക്കണം, നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ സൂക്ഷ്മതയുള്ളവരൊന്നും ഇപ്പം ഇല്ല. കുറവുണ്ടാവും, ശതമാനം കുറവുണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റൂല. കേരള ഗവൺമെൻറ് മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ആനുകൂല്യം പ്രഖ്യാപിച്ചു. മുഅല്ലിമീങ്ങൾക്ക് പെൻഷൻ, മുഅല്ലിമീങ്ങൾക്ക് വീട് വെക്കാൻ പദ്ധതി ഒക്കെ പ്രഖ്യാപിച്ചു. കേരളത്തിൽ 1000കണക്കിന് മുഅല്ലിമീങ്ങൾ ഉണ്ടായിട്ട് ആകെ രജിസ്റ്റർ ചെയ്തത് എത്രയാണ്? 18,000 മുഅല്ലിമീങ്ങളാണ്. 18,000 മുഅല്ലിമീങ്ങളാണ് ആകെ രജിസ്റ്റർ ചെയ്തത്. ആ 18,000-ൽ അധികവും ആരെ മദ്രസ? മുജാഹിദ് മദ്രസ, ജമാഅത്ത് മദ്രസ, തബ്ലീഗ് മദ്രസ, അലവലാദി മദ്രസ. നമ്മളെ മദ്രസന് എത്ര മുഅല്ലിമീങ്ങൾ രജിസ്റ്റർ ചെയ്തു? എന്തേ? സർക്കാരിൻ്റെ പണമായതുകൊണ്ട് അതിൽ പലിശ മുതൽ കയറിയേക്കുമോ? അതാ സൂക്ഷ്മതയുള്ളവരില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ട. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ധാരാളമുണ്ട്. പിന്നെ നമ്മൾ ഒറ്റയടിക്ക് ഒരാളെ കാണുമ്പോൾ ഓൻ സൂഫിയാണ്, ഇവൻ പോഷക്കാരനാണ്, അങ്ങനെ വിധി എഴുതാൻ നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആൾ അതിലാറ് ഉഷാറായി. ഞാൻ ചില ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഓൻ്റെ മുടിയും ഓൻ്റെ ചെരുപ്പും ഓൻ്റെ ചേലും കോലമൊക്കെ കണ്ടാൽ നമുക്ക് ഒറ്റ കാഴ്ചയിൽ പിരാന്ത് പിടിക്കും. പക്ഷേ ആ കുട്ടികളൊക്കെ ഒരു മരണ വീട്ടിൽ, ഒരു മരിച്ച വീട്ടിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മരിച്ച ആളെ കൂട്ടുകാരായിട്ട് പല ജാതി മതക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ മയ്യത്തിനെടുക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ യാസീൻ ഓതല്ലേ അൽ ഫാത്തിഹ, ആ കുട്ടികളൊക്കെ അടുത്തേക്കാണ് വന്നു. എല്ലാ കുട്ടികളും മുടിയൊക്കെ അങ്ങനെയാണ്, ഫാൻറ്റ് ഇങ്ങനെയാണ്, മറ്റത് അങ്ങനെയാണ്, പല വിചാരിച്ച് നമ്മളെ മനസ്സിൽ ഓലെ പറ്റിയൊക്കെ വിചാരിച്ചത് വേറെയാണ്. പക്ഷേ യാസീനാണ് തുടങ്ങിയപ്പം ആ കുട്ടികളൊക്കെ നമ്മളൊപ്പം. യാസീൻ പള്ളിക്കത്തെ ഉസ്താദ് യാസീൻ ഓതുന്നത് ഒരു മിതമായ സ്പീഡിൽ സഭ കേൾക്കത്തക്ക രൂപത്തിൽ ഓതിയാൽ എല്ലാവരും ആ യാസീനൊപ്പം കൂടും.
അവിടെ ഞാനൊരു ചെറിയ സംഗതി പറയാണ്. മൗലിദും യാസീനൊക്കെ ഓതുമ്പോൾ ആസാറ് നിലനിർത്തിക്കൊണ്ട് ഓതിപ്പോണം. ഇപ്പം നമ്മളെ പുതിയ മൗലിദ് ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ മൗലിദ് ഇങ്ങനെ ഓതിയാൽ അല്ലേ നമുക്കെല്ലാം യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി സ്വലാത്തും വതസ്ലീമുൻ. നമ്മൾ മദ്രസ പോണതിൻ്റെ മുമ്പ് തന്നെ ഇത് പഠിച്ചിട്ടില്ലേ? എവിടുന്നേ പഠിച്ചത്? ആസാറ് ബാക്കി വെച്ചുകൊണ്ട് പഠിച്ചതാണ്. എന്താ? മൗലിദ് ഓതണ സമയത്ത് ഓരോ മൗലിദിൻ്റെ വരിക്കും ജവാബ് ചൊല്ലും. ഈ സ്വലാത്താണ് ജവാബ്. മങ്കൂസ് മൗലിദൊക്കെ രചിച്ചിരിക്കുന്ന ആളുകൾ, ഓരോ മൗലിദ് ഉണ്ടാക്കിയ ആൾക്കാരതിന് ജവാബ് വെച്ചത് ഏതാണ്? സ്വലാത്താണ്. ഞാൻ പാനായിക്കുളം ഉസ്താദിൻ്റെ അടുത്ത് മങ്കൂസ് മൗലിദിൻ്റെയും ബുർദയുടെയും ഒക്കെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയി മൂപ്പര് ഹയാത്ത് കാലത്ത്. അപ്പോൾ ചെന്നപ്പോൾ മൂപ്പര് ഇജാസത്തും അങ്ങനെ പെട്ടെന്ന് കൊടുക്കൂല. അങ്ങനെ ഞാനും ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കുറേ പറഞ്ഞ് അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇജാസത്ത് തരുന്നതിന് കുഴപ്പമില്ല, ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഓതുകയാണെങ്കിൽ, അതേപോലെ നേർച്ചയാക്കിയിട്ട് ഓതുകയാണെങ്കിൽ ബുർദയും മങ്കൂസ് മൗലിദുമൊക്കെ ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ വരി ബെയ്ത്ത് ചൊല്ലിയാൽ അപ്പോൾ ഏത് ചൊല്ലണം? വജ്ഹുകൽ വല്ലാഹു ഹുജ്ജത്തുനാ യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സ്വല്ലി റബ്ബൽ. അങ്ങനെ ചൊല്ലിപ്പോണം. അതാണ് എൻ്റെ നിബന്ധന. ഇന്നാള് ഞാനൊരു മൗലിദിന് കൂടി. എന്താ മൗലിദ്! നല്ല ചെറുപ്പക്കാർ മുത്തഅല്ലിമീങ്ങൾ, അള്ളാഹു അവർക്കൊക്കെ ഖൈറ് കൊടുക്കട്ടെ. നമ്മളെ പുതിയ മുത്തഅല്ലിമീങ്ങളൊക്കെ ഇങ്ങനെ കണ്ടാൽ അൽഹംദുലില്ലാ നല്ല ശിആർ അല്ലേ? നമ്മളെ മുത്തഅല്ലിമീങ്ങളും നമ്മളല്ലാത്ത മുത്തഅല്ലിമീങ്ങളും ഉണ്ടാവും. നാളെ ഒരു നാടൻ കാക്ക ഒരു പീടി കയറിയിട്ട് പറഞ്ഞു, മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് ഡ്രസ്സ് വേണമെന്നാണ്. അപ്പം ആ കച്ചവടക്കാരൻ ചോദിച്ചു, ഒരു ഏപ്പിക്കാരല്ല അല്ലാത്തവരാന്ന് ചോദിച്ചു. അത് എന്തേച്ച് അങ്ങനെ ചോദിച്ചു. ഏപ്പിക്കാരാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തു, അല്ലാത്തവരാണെങ്കിൽ ഇതിൽ നിന്ന് ഏതെന്ന് കൊടുക്കാം. അപ്പം എന്ന മാതിരിയുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. ഞാനൊരു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, ഞാൻ ഓർമ്മപ്പെടുത്തിയ നമ്മളെ മുത്തഅല്ലിമീങ്ങളെ കണ്ട നല്ല വെള്ള ഡ്രസ്സ്, കമായുനക്ക സൗബുൽ അബിയദു മിനദ് ദനസ്, അത് ഏപ്പി ഉസ്താദിൻ്റെ ഒരു പരിവർത്തനമാണ്. ഉസ്താദിനെങ്ങനെ കണ്ടാൽ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ സിയാറത്തിന് വന്നു രാവിലെ, ഇന്നലെ വന്നു നോക്കെ നിങ്ങൾ. അപ്പോൾ ഉസ്താദിനെങ്ങനെ കണ്ടാൽ എപ്പോഴും നല്ല, എന്താ പ്രകാശിക്കുന്ന മുഖം, എന്താ പ്രകാശിക്കുന്ന ഡ്രസ്സ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ ബോഡി ലാംഗ്വേജിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഒരു ക്ലാസ് മുറിയിൽ ഒരു വിഷയം സംസാരിക്കുന്നിടത്ത് ഏതിലും നമ്മുടെ ജീവിതം തന്നെ ദഅവയാക്കി മാറ്റാൻ ഡോക്ടർ സാറിന് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതും എന്താക്കാൻ പറ്റും? ദഅവത്താക്കി മാറ്റാൻ പറ്റും. എന്താണ്? ഒരാൾ ഇരിക്കുകയാണ്, എന്തായാലും ഒരു പേഷ്യൻ്റ് വന്നാൽ അവരെ ഇരുത്തണം. അപ്പോൾ വലഭാഗത്ത് കസാല ഇടുക. എന്തിന്? മുത്തുനബിൻ്റെ സുന്നത്ത് വലത്തേതിന് മുന്തിക്കല. സ്ഥിരമായിട്ട് ആ ചെയർ ആ നിയ്യത്തിൽ അവിടെ ഇട്ടാൽ ഒരു സുന്നത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണം, അവിടെ ഇരുന്ന ആൾ രോഗി വന്ന് സംസാരിക്കുമ്പോൾ അയാൾ മുസ്ലിം ആണെങ്കിൽ അയാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കുക, ഇല്ലെങ്കിൽ അങ്ങോട്ടൊരു സലാം പറയാം. ഡോക്ടർ സലാം പറഞ്ഞാലുണ്ടല്ലോ, അത് നമ്മൾ പറയുന്ന മാതിരിയല്ല. ഒരു ഉദാഹരണം. 2, സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിനെ പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോൾ അപ്പം ആ സ്റ്റെതസ്കോപ്പ് കൊണ്ട് അയാൾ ശരീരത്തേക്ക് പോകുമ്പം അയാളും കൂടി കേൾക്കത്തക്ക രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയാളെ രോഗം പകുതി മാറൂലേ? ഒരു രോഗിയെ സമാശ്വസിപ്പിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഒരാളെ സന്തോഷിപ്പിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം അതിനേക്കാൾ വലുതാണ്. അത് രണ്ടും ഈ ബിസ്മി കൊണ്ട് കിട്ടി. ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എഴുതി കണക്ക്. ഞാൻ ഒരു മരുന്ന് എഴുതിയിട്ടുണ്ട്, ഇത് 3 നേരം കുടിക്കണം. ഏതൊക്കെ നേരം? ചിലപ്പോൾ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം. അത് കണാരനും പറയാം, കുമാരനും പറയാം. അതിനിപ്പോൾ നിങ്ങൾ തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല, അതെല്ലാവർക്കും പറയാം. അതേ സമയത്ത് ഡോക്ടർ സാർ ആ മുസ്ലിമിന് അത് കൊടുക്കുമ്പോൾ പറയാം, ഈ മരുന്ന് 3 നേരം, ഒന്ന് സുബഹിക്ക്, ഒന്ന് ദുഹറിന്, ഒന്ന് മഗ്രിബിന്. ആ മരുന്നും വാങ്ങിപ്പോണ രോഗി ഉണ്ടല്ലോ, സുബഹിക്ക്, ദുഹറിന്, മഗ്രിബിന്, സുബഹിക്ക്, ദുഹറിന്, മഗ്രിബിന്. അയാളെ മനസ്സിങ്ങനെ എന്തായിരിക്കും? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആസാറ് ബാക്കി വെക്കാൻ ആരായിരുന്നു അയാൾ നല്ല മനുഷ്യനാ. ഒരു മരുന്ന് എഴുതി തന്നപ്പോൾ വരെ എന്നോട് പറഞ്ഞത് ദുഹർ, അസർ, മഗ്രിബി എന്നാണ്. അല്ലാഹു റബ്ബി. ഒരു ഉസ്താദ് മറ്റേ ഉസ്താദിനോട് ചോദിച്ചു, ഇവിടുന്ന് അങ്ങോട്ട് എത്ര ഉണ്ട് ദൂരം എന്ന് ചോദിച്ചു. എത്ര ഉണ്ട് ദൂരം എന്ന് വെച്ചാൽ 5 മിനിറ്റ്, 1/4 മണിക്കൂർ, അതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റിയതാണ്. അതേ സമയത്ത് നമ്മൾ തമ്മിൽ പറഞ്ഞപ്പോൾ ഒരു യാസീൻ ഓതണ സമയം കൊണ്ട് അവിടെ എത്തും.
അല്ലാ, ഒരു വാക്ക് ദഅവത്തായോ ആയില്ലേ? ഇവിടുന്ന് എത്ര സമയം താമസം വരും? ഒരു ഹദ്ദാദ് ഊതണ സമയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വാക്കുകൾ കേൾവിക്കാരൻ്റെ മനസ്സിൽ എത്ര സ്വാധീനം ഉണ്ടാക്കും? ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹാന്മാരുടെ ഒരു വാക്ക് വെറുതെ ആയിട്ടില്ല, അവരൊരു നോട്ടം വെറുതെ ആയിട്ടില്ല, അവരൊരു ചലനം വെറുതെ ആയിട്ടില്ല, അവരൊരു ആംഗ്യം വെറുതെ ആയിട്ടില്ല. അതാണ് അവർ ജീവിച്ച രീതി, അതാണ് അവർ ജീവിച്ചിരിക്കുന്ന രീതി. ആ രീതിയിൽ ജീവിച്ചപ്പോൾ അവരെ എല്ലാവരും ഭയപ്പെട്ടു. അല്ലാഹു റബ്ബി റസൂൽ, ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ. നമ്മൾ കുറച്ചിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മളിങ്ങനെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിയിൽ വിട്ടാൽ പറ്റൂല. പണ്ട് മദ്രസയിൽ മുഫത്തിസ് വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, കുളിയുടെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. കുട്ടികൾ ഇങ്ങനെ കണ്ണു നോക്കിയപ്പോൾ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. അതിന് പിന്നെ 13, 14 നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ മുങ്ങാൻ തീരുമാനിച്ചാൽ പറ്റൂല, നമ്മൾ അറിയാൻ തന്നെ വേണം. അല്ലാഹു തആല ഖൈറ് തരട്ടെ. അല്ലേ? ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്താക്കണം? കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. നമ്മളെ വിലപ്പെട്ട സമയമാണ്. അള്ളാഹുവിന് ഖൈറ് നൽകണേ അല്ലാ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ബഹുമാനപ്പെട്ട ത്വാഹ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിക്കുക, ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോൾ ഇന്ന രൂപത്തിലാണ്. ആദം നബി എത്ര കാലം മുമ്പ് പോയിക്കണ്? റസൂലുള്ളാഹി കണ്ട വിവരം പറഞ്ഞു. ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. മുത്തനബി പറയാണ്, ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിനെ കണ്ടു. അവരെ ബർസഖി ലോകം അത് നമ്മൾ വിചാരിച്ച മാതിരിയാണ്. ഈസാ നബിയെ കണ്ട കാര്യം പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഈസാ നബിനെ ഞാൻ കണ്ടപ്പോൾ എങ്ങനെയാണെന്നറിയോ? അപ്പം കുളിമുറിന്ന് കുളിച്ചിന് കഴിഞ്ഞിട്ട് തുണികുപ്പായം മാറ്റി എങ്ങനെ ഉണ്ടാവും? ഇന്നിപ്പോൾ കണ്ടാൽ, നമ്മളെ സംബന്ധിച്ച് കണ്ടാൽ എന്തുണ്ടാവും? ഒരു ക്ഷീണം ഉണ്ടാവും മുഖത്ത്. കുളിച്ചിന് വരുമ്പോൾ ഡ്രസ്സ് മാറ്റിൻ്റെ ഇറങ്ങുമ്പോൾ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഈസാ നബിനെ ഞാൻ കണ്ടപ്പോൾ ഇപ്പം കുളിമുറിന്ന് വന്നിട്ടേ ഉള്ളൂ എന്ന് തോന്നും. അങ്ങനത്തെ പ്രകാശത്തിലാണ് ഞാൻ കണ്ടത്. ഈസാ നബിയെ കണ്ട വിവരം പറഞ്ഞു. അല്ലാ, അവരുടെ ലോകം നമ്മൾ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. ആര്? അത് പറയാണ് റസൂലുള്ളാഹി തങ്ങൾ, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. എന്നിട്ട് സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇബ്രാഹിം നബിനെ ഞാൻ കണ്ടപ്പോൾ എങ്ങനെയാണ്? ഇബ്രാഹിം നബിന്റെ ശരീരപ്രകൃതി ഞാൻ റസൂലുള്ളാഹി മനസ്സിലാക്കി കൊടുക്കുക സ്വഹാബാക്കൾക്ക്. അന അശ്ബഹു ബി, എൻ്റെ ശരീരം ഇബ്രാഹിം നബിയോട് ഏറ്റവും സാമീപ്യമുള്ളതാണ്. നിങ്ങൾക്ക് ഇബ്രാഹിം നബിനെ കാണണോ? ഇന്നെ കാണണം അതിൽ കരുതിയാൽ മതി നിങ്ങൾ. അപ്പൊ കണ്ടോ, എത്ര കാലം മുമ്പ് കഴിഞ്ഞു പോയവരെ പറ്റിയാണ് മുത്തനബി പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മഹാന്മാരും അവരെ ലോകവും അത് ആസാറുകളും ഷിആറുകളും ഒക്കെ നിറഞ്ഞതാണ്. അതൊന്നും ഇല്ല എന്ന് പറയണമെങ്കിൽ അല്ലാ, ഈ പുതിയ പാർട്ടിക്കാരുണ്ടല്ലോ, പുത്തമ്പസ്ഥാനക്കാരായ വഹാബി മുജാഹിദ് എന്നൊക്കെ പണ്ടേ, തീരെ അന്തല്ലെങ്കിൽ അതിൽ ചേരാൻ പറ്റുള്ളൂ. ഇതുവരെ ഞാൻ ഇതിലിഞ്ഞ് കാല് മാറിയെന്നാണ്. ഇനി മാറിയാൽ പിന്നെ നഷ്ടവും പഠിച്ചു വെച്ചോളി. അല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു യാസീൻ ഓതിയാൽ 3000, 3000ന് 30,000 അല്ലേ? 1,00,000 നമ്മളെ ഖബറിലേക്ക് വന്നത് 1 മിനിറ്റ് കൊണ്ട്. ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ തങ്ങൾ പാപ്പ അൽ ഫാത്തിഹ. അപ്പൊ എത്ര ഫാത്തിഹായി? സുമാർ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പം എത്ര ആൾ ഇരിക്കുന്നുണ്ട്? ഒരു 400 ആളുണ്ട്. 400 ആൾ നമ്മളുണ്ടെങ്കിൽ മലക്കൾ എത്ര ഉണ്ട്? 800 ഉണ്ട് അല്ലേ? 800, 400 എത്രയായി? 1200. 1200 ഫാത്തിഹ. ഒരു ഫാത്തിഹ 156 ഹർഫ്. 156ന് എത്രയാ പ്രതിഫലം? 1ന് 10. 156 10 എത്രയായി? അപ്പൊ നമ്മൾ നോർത്ത് നോക്കി, ഒറ്റ ഫാത്തിഹ. ഇവിടെ ഈ പുതിയ പ്രസ്ഥാനക്കാരെ വാദപ്രകാരം എന്തു പറ്റൂല? മരിച്ചോടത്ത് ഓതാൻ പറ്റുമോ? ഇവിടെ മരിച്ച ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എന്താ ഇപ്പം അതിൻ്റെ സ്ഥിതി? നമുക്കൊന്ന് പറയാം. മരിച്ചാൽ ഓതാൻ പറ്റുമോ? പറ്റൂല. ആയിക്കോട്ടെ, എന്നാൽ ഞാനിപ്പോൾ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. ഈ സദസ്സിലിപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ ഇന്ന ആൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ എന്താ ചെയ്യുക? മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ പറയാ? എന്തിങ്ങനെ ആലോചിക്കണേ? എത്രത്തോനെ ഇന്നാലില്ലാഹി. മരണ വാർത്ത കേട്ടാൽ ആ വാർത്ത സ്വീകരിക്കണതിന് എങ്ങനെയാണ്? ഇന്നാലില്ലാഹി. ഖുർആൻ ഓതിക്കൊണ്ടാ. മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവരൊക്കെ മരിച്ചാൽ ഇന്നാലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? ഇന്നാലില്ലാഹി ഓതൽ മരിച്ചതിൻ്റെ പിറ്റേന്നോ തലേന്നോ? മരണ വാർത്ത സ്വീകരിക്കലെന്ന് എങ്ങനെയാണ്? ഇന്നാലില്ലാഹി ചൊല്ലിയിട്ടാണ് അല്ലേ? അപ്പം മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അങ്ങാടിയിൽ എവിടെയെങ്കിലും കാണുമ്പോൾ വേഗം ചെല്ലുക, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
എന്തേന്ന് ചോദിച്ചാൽ പറയാം, മരിച്ചാൽ ഏതായാലും എന്നെ കാണുമ്പോൾ ചെല്ലാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പം ചെല്ലിയതാണ് പറയാം. അല്ലാണ്ട് എന്താ, മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂലെങ്കിൽ ഇന്നാലില്ലായി പറ്റുമോ? മരിച്ചാൽ ഫാത്തിഹ ഓതാൻ പറ്റൂലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂലെങ്കിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും മണ്ണ് വാരിടാൻ പറ്റുമോ? എടോ, ഖുർആൻ ഓതിയിട്ട് സ്വീകരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് യാത്രയപ്പോൾ കൊടുക്കണം. അതാണ് മുഅ്മിനിന്റെ മരണം. അതാണ് മുഅ്മിനിന്റെ മരണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ മുഅ്മിനീങ്ങളായ കുട്ടികൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉമ്മ ആയത്തുൽ കുർസി ഓതാണ്. ഗർഭിണികൾ നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ നല്ല പോലെ ഖുർആൻ ഓതണം. ഗർഭിണികൾ ഹദ്ദാദ് ചെല്ലണം. ഗർഭിണികൾ ആയത്തുൽ കുർസി കണ്ടമാനം വർദ്ധിപ്പിക്കണം. ഗർഭിണികൾ നല്ല പോലെ സ്വലാത്ത് ചെയ്യണം. സുഖപ്രസവം ആയത്തുൽ കുർസി. എന്താ അതുകൊണ്ട് വേറൊരു നേട്ടമുണ്ട്. എന്താണ്? ഗർഭാശയത്തിൽ നമ്മുടെ പാർട്സുകളൊക്കെ, ശരീരത്തിൻ്റെ ഓരോ പാർട്സും അത് ഫിറ്റ് ചെയ്തിട്ട് റെഡിയായി വരുമ്പോൾ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് കേൾവിയാണ്. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ഏതാണ്? കേൾവിയാണ്. ഗർഭാശയത്തിലെ കേൾവി തുടങ്ങും. ഭൂമിയിൽ വന്നാൽ ആദ്യം കേൾവിയാണ്. ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. അതുകൊണ്ടാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തുകളിലൊക്കെ ആദ്യം ഖുർആൻ മുന്തിച്ചത് ഇന്ന സമഅ, കേൾവിയാണ്. എന്തുകൊണ്ട്? കേൾവി ആദ്യം തുടങ്ങും ഗർഭാശയത്തിൽ തന്നെ. അപ്പൊ ഉമ്മമാർ എന്ത് ചെയ്യണം? ഗർഭാശയത്തിൽ കുട്ടിയുണ്ട്, കുട്ടി കേൾക്കുന്നുണ്ട്, ഉമ്മ ആയത്തുൽ കുർസി ഓതുക. ഗർഭിണികളെ നല്ല പോലെ പരിപാലിക്കണം. ഗർഭിണികൾക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം. ഗർഭിണികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. ഗർഭിണികൾക്ക് സുരക്ഷിതമായ താമസം കൊടുക്കണം. പൂച്ച പ്രസവിക്കാനായാൽ പോലും പൂച്ചയ്ക്ക് എന്താവണം? പ്രസവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതാണ് ശറഈന്റെ വിധി. നമ്മൾ വളർത്തുന്ന പൂച്ചയാണോ, നമ്മൾ വളർത്തുന്ന ആടാണോ, നിർഭയമായി പ്രസവിക്കാൻ ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കണം. എൻ്റെ നാട് നിലമ്പൂരാണ്. ആന പ്രസവിക്കുന്നത് പോയി കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു പെണ്ണാനയ്ക്ക് ഒരാണാനയിൽ നിന്ന് ഗർഭമായാൽ, ഒരു പെണ്ണാനയ്ക്ക് ഗർഭമായാൽ പിന്നെ ഈ പെണ്ണാനെ കാണാത്ത ദൂരത്തേക്ക് ആണാന പോകൂല. എൻ്റെ ഗർഭം പെണ്ണാനയുടെ വയറ്റിലുണ്ട്. ആണാൻ എന്ത് ചെയ്യും? പെണ്ണാനയെ കാത്ത് മൂപ്പര് പിന്നെ വിസെടുത്തിട്ട് കുവൈത്തേക്കൊന്നും പോകാൻ നിൽക്കൂല. ഇടക്കിടക്ക് സ്ഥലം മാറും. നമ്മളെ കേരളത്തിലെ ആന തമിഴ്നാട്ടിലേക്ക് പോകും, തമിഴ്നാട്ടിലെ ആന ഇങ്ങോട്ട് വരും. അതൊക്കെ ഓരൊക്കെ നടക്കും. പക്ഷെ ഗർഭിണിയായ ആനക്ക് ആണാന അതിനെ കാണാത്ത ദൂരത്തേക്ക് പോകൂല. ഒന്ന്, ഗർഭിണിയായ പെണ്ണാനയ്ക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ആര് കൊണ്ടുവന്ന് കൊടുക്കും? പെണ്ണാന കൊണ്ടുവന്ന് കൊടുക്കും. മാത്രമല്ല, പ്രസവത്തിന് സമയമായാൽ, ആന പ്രസവിക്കാനായാൽ മറ്റാനകളൊക്കെ ചേർന്നിട്ട് ഭയങ്കര ഇലകളൊക്കെ ഒടിച്ചു കൊണ്ടുവന്നിട്ട് ഒരേരിയ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ചിട്ട് ഒരു 10-12 ആനകൾ ഇങ്ങനെ ചുറ്റുഭാഗത്ത് കാവൽ നിൽക്കും, സുരക്ഷിതമായി പ്രസവിക്കാൻ. അല്ലാഹു റബ്ബി, നമ്മളൊക്കെ ഓർക്കണം ഗർഭിണികൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം. അവരോട് ദേഷ്യപ്പെടരുത്. അവർക്ക് വേദന ഉണ്ടാകുന്ന കാര്യം എന്തുകൊണ്ട്? ഗർഭത്തിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പോ ഗർഭിണി നല്ല പോലെ ആയത്തുൽ കുർസി ഓതി ആ കുട്ടി ഇങ്ങനെ കേൾക്കും. അപ്പൊ നമ്മൾ എവിടുന്ന് കേൾവി തുടങ്ങിയതാ? അതാണല്ലോ, ഭൂമിക്ക് വന്നാലും കേൾവിയാണ്. ആദ്യം വലത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ, ഇടത്തെ ചെവിയിൽ അല്ലാഹു അക്ബർ, കേൾവി തുടങ്ങിയിട്ടുണ്ട്. മുല കുടിക്കലും ഭക്ഷണം കഴിക്കലും ബാക്കിയൊക്കെ പിന്നെയാണ്. അവസാനം ഈ ലോകത്തോട് മരിച്ചു പിരിയുമ്പോൾ ലക്കിനൂ മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത്യാസന്ന മരണത്തിൽ കിടക്കാണ്. ഓർമ്മയില്ല, കണ്ണ് ചലിക്കുന്നില്ല, കാല് അനങ്ങുന്നില്ല, കൈ അനങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും കേൾവിയുണ്ട്. ലക്കിനൂ മൗത്താക്കും, മരണം ആസന്നമായവർക്ക് ചൊല്ലിക്കൊടുക്കും. ഒരു തിരിച്ചു ചെല്ലുന്നുണ്ടോ അല്ലേ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഇതുപോലെ മനസ്സ് ചെല്ലുന്നുണ്ട്. ലക്കിനൂ മൗത്താക്കും. അപ്പോ കേൾവി ഗർഭാശയത്തിൽ തുടങ്ങും, ഏറ്റവും അവസാനം മരിക്കും. ഓ പ്രിയപ്പെട്ടവരെ, ആ കേൾപ്പിക്കേണ്ടത് ഏതാ? അല്ലാഹ് അല്ലേ? അല്ലാഹ്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അത് കേൾപ്പിച്ചോണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയാണോ മരിച്ചോടത്ത് ഖുർആനോത്തില്ലാത്തത്? മരിച്ചെടുത്ത് ഖുർആനോത്തില്ലാത്ത ലോകത്ത് എവിടെയാണ്? സൗദി രാജാവ് മരണപ്പെട്ടു, വാർത്ത വായിച്ചു, ഉടനെ ടെലിവിഷൻ മുഴുവനും ഖുർആനോത്ത്. UAE പിതാവ് അല്ലെങ്കിൽ അറബ് രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സായിദ് അവർ വഫാത്തായി. റമദാൻ 22-ന് ഞങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ട്. അല്ലാഹു റബ്ബി, തറാവീഹ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ വാർത്ത ടെലിവിഷൻ കൊടുത്തു. പള്ളികളിലൊക്കെ ഖുർആനോത്ത്. അന്ന് ആരംഭിച്ച ഷെയ്ഖ് സായിദിന്റെ ഖബറിൻ്റെ അടുത്ത് നമ്മുടെ മറവ് ചെയ്യുമ്പോൾ അന്ന് അലിയുൽ ഹാഷിമി തങ്ങൾ തബാറക ഓതി, യാസീൻ ഓതി.
നമ്മളെ ഇന്ത്യൻ്റെ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറും ഒരു സംഘം ആൾക്കാരും കുറച്ച് വൈകിയാ എത്തിയത്. പിന്നെ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ് അല്ലേ, വൈകാതെ കൊല്ലും, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കണക്ക്. കുറച്ച് കഴിയാൻ അദ്ദേഹം വന്നു. അല്ലാഹു റബ്ബി, ആ ഖബർസ്ഥാൻ്റെ അടുത്ത് ഇങ്ങനെ അബ്ദുൽ കലാം സാറ് കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഒറ്റ നൃത്തം. അലിയുൽ ഹാഷിമി യാസീൻ ഓതിയപ്പോൾ അതിൻ്റെ ഒപ്പം ഫുള്ളായിട്ടാണ് ഓതി കാണാതെ. നമ്മൾ 2 ഇംഗ്ലീഷ് പഠിക്കുമ്പോഴത്തേന് നമുക്കൊക്കെ തികഞ്ഞു. എന്ത് ഇംഗ്ലീഷാണ് പഠിച്ചത്? ഐ ആം ഗോയിങ് ടു ദി വരുമ്പത്തിൽ കൂടെ എൻ്റെ കാൽ തെറ്റി പോകുന്ന പാഠത്തിലേക്ക് ഇംഗ്ലീഷേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴൊക്കെ നമുക്ക് ഏത് വേണ്ട, ഖുർആൻ വേണ്ട, യാസീൻ വേണ്ട എന്നൊക്കെ ഉള്ളിടത്ത് എത്താൻ നിൽക്കണ്ട. നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ ആളുകളെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ദുആക്ക് കാത്തു നിൽക്കുന്നത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഈ മഹാന്മാരൊക്കെ ബാക്കി വെച്ചവർ ആസാറ്, അവരൊക്കെ ബാക്കി വെച്ചവർ ഷിആർ നമ്മളെ കയ്യിൽ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം നമ്മൾ. ഏതാണ് ആസാറ്? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു നിധി ഏതാണ്? ലോകത്ത് കഴിഞ്ഞ അമ്പിയാക്കൾ മുഴുവനും ഉപയോഗിച്ചത്, ഔലിയാക്കൾ മുഴുവനും ഉപയോഗിച്ചത് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചത് മുഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ നാട്ടുകാരനാണ്. തന്നെ ഡോക്ടർ സാർ എൻ്റെ നാട്ടുകാരനെ. അതെന്താ കാരണം? കുട്ടിയാകുന്ന സമയത്ത് അന്നൊന്നും നമ്മളെ വീടിന് മതിൽക്കെട്ടുകളൊന്നുമില്ല. ഇവിടുത്തെ കോഴി അങ്ങോട്ടും പോകും, അവിടുത്തെ കോഴി ഇങ്ങോട്ടും വരും, ഇല്ലേ? ഇവിടുത്തെ ആടങ്ങോട്ട് പോകും, ആൾക്കാരൊക്കെ ഇങ്ങനെ. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് നോക്കിയാൽ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു 8-10-15 കോഴി. ആ കോഴിക്കളെ കൂട്ടത്തിൽ ഒരു കോഴി നല്ല ഉഷാറിൽ, നല്ലൊരു പൂവൻകോഴി, അങ്ങനെ മൂപ്പരിങ്ങനെ മറ്റൊരടിയിൽ ഇങ്ങനെ മറ്റ് കോഴിക്കളടിയിൽ ഈ കോഴി ഇങ്ങനെ നടന്നാണ്ടല്ലോ. 1-ാം ദർസിൽ മുദരിസ് നടക്കണം, അതിൽ നല്ലൊരു ഡിമാൻഡിൽ നടത്താം. എന്താ അതിൻ്റെ ഒരു ഉഷാറ്? അപ്പം ഉമ്മാനോട് ചോദിച്ചമ്മ ഈ കോഴി ഏതാന്ന് ചോദിച്ചു. അത് മൊയ്തീൻ ഷേഖിൻ്റെ കോഴിയാണ്. അപ്പോൾ ഉറപ്പായി മൂപ്പരുന്ന് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇൻ്റെ ഉപ്പ ഒരു മൊല്ലാക്ക മൂലാരി നിസ്കാരപ്പള്ളിക്കൽ ഇമാമ് നിൽക്കും, മൂപ്പര് നല്ല ഖുർആൻ ഓതി. ഇപ്പൊക്കെ സുഖമില്ലാതെ അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല, എൻ്റെ ഖുർആനോത്ത് മുടങ്ങിയാലോ. 1 മാസം 5 ഖത്തം 6 ഖത്തം ഓതിയിട്ട് ഇപ്പോൾ ദ്വാർക്കും മക്കളെ നന്നാക്കണേ. അതുകൊണ്ടാണ് ഞങ്ങളെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത്. അള്ളാഹു അവരെ ഖബർ സ്വർഗാക്കട്ടെ. നമ്മളൊക്കെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കണം. അപ്പോൾ ഇപ്പം പറഞ്ഞു രാത്രി ഇശാ നിസ്കരിച്ച് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞു ചോറ് വേണ്ട, ഞാനിവിടെ മൊയ്തീൻ ഷേഖിൻ്റെ കോയിനർത്തിക്കണം, അതൊന്ന് ദ്വാരക്കാൻ്റെ. ഇപ്പം പോയി ദ്വാര കഴിഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് വന്നു. അപ്പോൾ ഉറപ്പായി മൊയ്തീൻ ഷേഖ് ഇവിടെ തന്നെയാണ്. കാരണം അവിടെ കോയിനർത്ത് ദ്വാരന്നൊക്കെ വന്നല്ലോ. പിന്നെ നമ്മൾ കുറച്ച് വലുതായി, പള്ളിക്കലായാലും മദ്രസയിലായാലും ഏത് ഉസ്താദ് ദ്വാരക്കാണെങ്കിലും വൈലാ ഹദറത്തി ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ, ഇവിടെ അടുത്തുള്ള ആളിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരുപാട് ആസാറുകളെ കൊണ്ടൊക്കെ എന്താ പഠിച്ചത്? ഇവിടെ തന്നെയാണ്. കുറച്ച് പഠിച്ചിങ്ങനെ എത്തിയപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇതെവിടെയാണ്? ഇറാനും ഇറാഖും കൂടി പങ്കുവെക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് തൊബരിസ്ഥാൻ ജില്ല. തൊബരിസ്ഥാൻ ഡിസ്ട്രിക്റ്റിലെ ഒരു പഞ്ചായത്താണ് കൈലാൻ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ഏത്? ജീലാൻ. നമുക്ക് മനസ്സിലാക്കാൻ ദർസ് നടത്തുമ്പോൾ പറയുമ്പോൾ വേറെ കുറേ പറയാണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? തബരിസ്ഥാനും കൈലാനും ജീലാനും ഒക്കെയുള്ള പ്രദേശം കേരളം പോലെയാണ്. മലകളും വൃക്ഷങ്ങളും ചെടികളും കൃഷികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. നദികൾ ഒഴുകുന്ന ഏരിയയാണ്. നെൽകൃഷി വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ചില മഹാന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ചെറുപ്പത്തിൽ നെൽകൃഷിയിൽ ചെയ്തിട്ട് നെല്ലരി നമ്മൾ കഴിക്കണ ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിച്ചിട്ടായിരിക്കാം മുഹീദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ വളർന്നത് എന്ന് വരെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പര് പ്രദേശം അങ്ങനെയാണ്. ആ മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹു റബ്ബി, ജനന സമയത്ത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്ന ആ രാത്രി യാ റബ്ബ് 1000-ഓ 1200-ഓ സ്ത്രീകൾ അന്ന് പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവിച്ച കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നീട് ഔലിയാക്കളായിട്ടുണ്ട്. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച ദിവസത്തിന് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് 42 വാള്യമാണ്. ഓരോ വാള്യവും 1000 പേജ് വരും. എന്നിട്ട് 42 വാള്യം എഴുതിയിട്ട് ബഗ്ദാദിൽ മാത്രം വന്ന ഔലിയാക്കളെ ചരിത്രം തീർന്നിട്ടില്ല. മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ അന്ന് ജനിച്ച 1000 കുട്ടികളും ആൺകുട്ടികളാണ്. അവരൊക്കെ പിന്നീട് ഔലിയാക്കളായി. ആസാറുകളും ഷിആറുകളും നിലനിർത്തിക്കൊണ്ടാണ് ഇസ്ലാമിൻ്റെ വളർച്ച, ഇസ്ലാം കടന്നുപോയിട്ടുള്ളത്. നമ്മൾ പഠിച്ചേ മതിയാവും. അങ്ങനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ കുട്ടിയാകുമ്പോൾ തന്നെ അതിൻ്റെ ഷിആർ കാണിച്ചു.
അതിന്റെ ആസാറ് കാണിച്ചു. മുതലായ റമളാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. മാസപ്പിറവിൽ സംശയം വന്നു, നോമ്പ് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ? അപ്പൊ മേഘാവൃതമായ അന്തരീക്ഷത്തെ മാസം കാണുന്നില്ല. ആൾക്കാരൊക്കെ തീരുമാനിച്ചു ഞമ്മക്ക് എന്ത് ചെയ്യാം, ഞമ്മക്ക് ബീവി ഫാത്തിമത്ത് ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അതാണ് ആര്, മൊയ്തീൻ ശേഖ് തങ്ങളമ്മ, അവരെടുത്ത് പോവുക. ആ വീട്ടിൽ 2 പെണ്ണുങ്ങളാണുള്ളത്. ഒന്ന് മൊയ്തീൻ ശേഖിന്റെ അമ്മ, ഒന്ന് മൊയ്തീൻ ശേഖ് തങ്ങളെ വാപ്പന്റെ പെങ്ങള്. നിങ്ങൾ എന്താ പറയാ വാപ്പന്റെ പെങ്ങൾക്ക്? അമ്മായി. അവർ 2 പേരും ആ വീട്ടിലുള്ളത്. അല്ല, ഒരുപാട് ചരിത്രമുണ്ട് പറയാം, ഇരിക്കട്ടെ. അപ്പോ അന്നത്തെ ലോകം തീരുമാനിച്ചു, പണ്ഡിതന്മാരൊക്കെ തീരുമാനിച്ചു, ആ വീട്ടിൽ പോയി നോക്കുക ആ കുട്ടി ഇന്ന് പകല് മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലേ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കിയും മൊഹീദ്ദീൻ ശേഖ് തങ്ങളെ നാട്, ആ പ്രദേശമൊക്കെ എങ്ങനെയാണ്? മഴ കിട്ടണം, കൃഷി ചെയ്യണം, അതാണ് അവിടുത്തെ നാട്. ഒരു കൊല്ലം മഴയില്ല, മഴയില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട്. അപ്പൊ നാട്ടുകാരൊക്കെ കൂടിയിട്ട് മൊഹീദ്ദീൻ ശേഖ് തങ്ങളെ വീട്ടിൽ ചെന്നു. അവിടെ 2 ഉമ്മാരാണുള്ളത്. ആ ഉമ്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് ഒരു ഉമ്മ? ഉമ്മ മൊയ്തീൻ ശേഖിന്റെ ഉമ്മ ബീവി ഉമ്മുൽ ഖൈർ ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ. പിന്നെ ആരാ ഒന്നുള്ളത്? അവരുടെ അമ്മായി ആയിഷ റളിയല്ലാഹു അൻഹ. മുത്തനബിന്റെ ഭാര്യ ആയിഷയല്ല, ഇവർ. അപ്പോ ആ 2 പെണ്ണുങ്ങളാ. അവരൊരു നാട്ടുകാർ ചെന്നിട്ട് സങ്കടപ്പെട്ടു, മഴയില്ല, നമുക്ക് കൃഷി ഉണങ്ങിപ്പോയി, ഗർഭിണികൾ വിഷമിക്കാണ് മഴയില്ലായിട്ട്, നല്ല ജീവജാലങ്ങളൊക്കെ പച്ച പിടിച്ച സാധനങ്ങളൊക്കെ ഉണങ്ങിപ്പോവാണ്, നമുക്ക് പട്ടിണിയായി പോകും, മഴ കിട്ടണം. മൊയ്തീൻ ശേഖ് തങ്ങളെ അമ്മായി ഒരു ചൂലെടുത്തു. ചൂല് അറിയാം എന്നാ തിരക്കുള്ള. അപ്പോൾ നമ്മൾ പട്ടാളക്കാരനായിട്ട് പുറത്തിങ്ങനെ ഇരുന്നാൽ ചൂലെന്താണെന്ന് അറിയില്ല. ഒന്ന് പെണ്ണുങ്ങൾ എടുക്കണ പണിയൊക്കെ ഒന്ന് കാണണം, അപ്പോഴേ ചൂലെന്താണ് ബാക്കിയുള്ള എന്താണെന്നൊക്കെ അറിയുള്ളൂ. കുറച്ച് പോലെ സഹായിച്ചു കൊടുക്കണം. അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി പറയുന്നിടത്ത് ആയിഷ ബീവിയോട് ചോദിച്ചു, നബി തങ്ങൾ വീട്ടിലെങ്ങനെയാണ്? ആയിഷ ബീവി പറഞ്ഞതിൻ്റെ മലയാളം നമ്മളിപ്പോൾ പറഞ്ഞാൽ, ഞാനിങ്ങനെ ടൈൽസൊക്കെ തോത്തി തുടച്ച് വൃത്തിയാക്കുമ്പം റസൂലുള്ള മാറാല തട്ടാനൊക്കെ കൂടി തരും. അതാ റസൂലുള്ളാഹിന്റെ വീട്. ആ ആയിഷ ബീവി ഭക്ഷണം ഉണ്ടാക്കി പാത്രത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കലും വിളമ്പലും ഒക്കെ ആര് ചെയ്യും? റസൂലുള്ള ചെയ്യും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 കൂടി കുളിക്കണം. റസൂലുള്ള നേരത്തെ പോയിട്ട് റസൂലുള്ള കുളിച്ചു, എനിക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ കോരി വെച്ചു. നമ്മൾ ചില ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളോട് പോയി ചോദിക്കാൻ എനിക്കെന്താ അവിടെ പണിയും, രാജായി താഴ്ന്ന ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. എനിക്കെന്താ അവിടെ പണി? പെണ്ണുങ്ങളുണ്ടോ അവിടെ? വേലേക്കാണ്ടോ? വേലേക്കാണ്ട്? അല്ല, ഇങ്ങൾക്കൊരു പരിക്ക് പറ്റിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തും. അള്ളാഹു ഖൈറ് തരട്ടെ. ചില പെണ്ണുങ്ങളുണ്ടല്ലോ ഈ ജാതി ചോദ്യം ചോദിച്ചാൽ ഓലത്ത് തിരിച്ചിങ്ങോട്ടും കിട്ടും. ഒരാൾ വീട്ടിലേക്കാണ് കയറി ചെല്ലുമ്പം പെണ്ണുങ്ങളിങ്ങനെ കസാരയിൽ ഇരിക്കുക. ഓളോട് ചോദിച്ചു, നീ ഇങ്ങനെ ഇരിക്കുകയാണോ? ഇനി ഞാൻ ചാടി കളിക്കണമെന്ന്. അല്ലാ, ആകെ ഗുൽമാലായില്ലേ. അതെന്താ നമ്മളെ സ്വഭാവം? അങ്ങോട്ട് കൊടുത്ത് ഇതൊക്കെ ചെവിയിൽ വെള്ളം പോയ മാതിരിയാണ്. ചെവിയിൽ വെള്ളം പോയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തതേ പോയതിന് കിട്ടുള്ളൂ എന്ന പോലെ ഭാര്യമാർക്ക് സ്നേഹം കൊടുത്ത് ബഹുമാനം വാങ്ങാം, കുട്ടികൾക്ക് വാത്സല്യം കൊടുത്ത് അനുസരണം വാങ്ങാം. നമ്മൾ അങ്ങോട്ട് വാത്സല്യം കൊടുക്കണില്ലേ, അനുസരണം അങ്ങോട്ട് കിട്ടൂല. ഓ പെണ്ണുങ്ങളെ, ഭർത്താക്കന്മാർക്ക് നല്ല ബഹുമാനം കൊടുക്കാം, എന്നാൽ അങ്ങോട്ട് സ്നേഹം കിട്ടും. അങ്ങോട്ട് നല്ലത് കൊടുത്തിട്ട് ഇങ്ങോട്ട് നല്ലത് വാങ്ങും. എന്നാലും ഇവിടെ പുലി ഇറങ്ങിയാവും. പുലി ഇറങ്ങിയിട്ട് അവിടെ 3 ദിവസം പുലിക്ക് കെണി വെച്ചു. ഒറ്റ പുലി ആ വൈക്ക് വന്നില്ല. പുലിനെ കിട്ടണോ ഒരാടുംകുട്ടിനെ വെച്ചു കൊടുക്കണം, അപ്പോഴേ പുലിനെ കിട്ടുള്ളൂ. പറ്റിയതാണ് വെച്ചു കൊടുക്കണം, അപ്പോഴേ കിട്ടുള്ളൂ. കുറുക്കനെ കിട്ടണമെങ്കിൽ ഒരു കോഴിക്കുട്ടിനെ കൊടുക്കണ്ടേ? അപ്പൊ ഏതും അങ്ങനെയാണ്, നല്ലതാണ് കൊടുത്താൽ പ്രതിഫലം ഇങ്ങോട്ട് കിട്ടും. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോ അനക്കെന്താ അവിടെ പണിയെന്ന് വെച്ചാണ്ടല്ല, പെണ്ണുങ്ങളെ പണി നമ്മൾ കണ്ടാൽ അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു എന്നെ റാഹത്ത് കൊടുക്കണേ. അള്ളാഹ് രാവിലെ ഉണ്ടല്ല, നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഏതടുപ്പാണ്? ഗ്യാസ് അടുപ്പാണ്. ഒരു ഗ്യാസ് അടുപ്പുമ്പോൾ എത്രണ്ണം പോകും? ചുരുങ്ങിയത് 3 എണ്ണം അല്ലേ? ഒരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളക്കുക, ചായൻ്റെ. അത് തിളക്കുമ്പോൾ അറിയും എന്തുകൊണ്ട് കുളുകുളു എന്നിട്ട് തിളക്കണത് അറിയും. തൊട്ടപ്പുറത്തെ പാത്രത്തിൽ തിളക്കണത് കറിയാണ്, അതും എന്താവും തിളച്ചു വരുമ്പോൾ അറിയും, പിളപ്പിളപ്പിളപ്പിളൊന്നുണ്ടാവും. അപ്പുറത്തെ പാത്രത്തിൽ തിളക്കണത് ഏതറിയോ? പാലാണ്. പാല് തിളച്ചാൽ അറിയോ അറിയില്ലേ? അതിന് നിങ്ങളവിടെ പോയി നോക്കിക്കണമെങ്കിലല്ലേ, പാല് തിളച്ചാൽ അറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പാലിനെ എണ്ണിയത് ത്വാമിൻ്റെ കൂട്ടത്തിലാണ്. പാലിനെ റസൂലുള്ളാഹി തങ്ങൾ വെള്ളത്തിൻ്റെ കൂട്ടത്തിലല്ല എണ്ണിയത്, ത്വാമാണ്. എന്തുകൊണ്ട്? 90% അന്നജം, 10% നീര്, അതാണ് പാല്. പാല് തിളച്ചാൽ അറിയില്ല, അതിൻ്റെ അടുത്ത് നോക്കി നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിങ്ങോണ്ട് നിൽക്കണം. തിളച്ചാൽ എന്തുകൊണ്ട്? അത് തിളച്ചിങ്ങനെ പൂർത്തിയായി വരുമ്പോൾ ഒരൊറ്റ മറിയലാണ്.
പാലും പോയി, തീയും കെട്ടി, ബാക്കിയുള്ളടത്തേക്കൊക്കെ ആയി. അതുകൊണ്ട് ഇത് മൂന്നും കൂടി അടുപ്പത്ത് വെച്ച് ആ പെണ്ണ് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. ഇത് തിളക്കണേ നോക്കി നിൽക്കണം. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തൊട്ടി കടത്തിയിരിക്കുന്ന കുട്ടി കരഞ്ഞു. ആ കുട്ടിക്കാണെങ്കിൽ ഒരു സോക്കേടുണ്ട്. എന്താ, കരഞ്ഞാൽ അപ്പം എടുത്തിട്ടില്ലെങ്കിൽ കഴുത്തിങ്ങോട്ട് പുറത്തേക്കാക്കിയിട്ട് തൊട്ടിക്കയറ് കുടുങ്ങിപ്പോയി. അപ്പോൾ കുട്ടി കരഞ്ഞു. ഇനി ഈ പെണ്ണ് പാല് തിളക്കണേ നോക്കണോ കുട്ടി കരയണേ നോക്കണോ? നിങ്ങൾ ചോദിച്ചല്ലോ എനിക്കെന്താ പണി? ഇത് രണ്ടും കൂടി ഇങ്ങനെ കൺഫ്യൂഷനായി നിൽക്കുമ്പോഴാണ് പുറത്തൊരാൾ ബെല്ലടിച്ചത്. നമ്മളെ നാട്ടിൽ ബെല്ലടിച്ചാൽ പെരുമാറ്റ ശാസ്ത്രം നമുക്കറിയില്ല, മഹബത്തും കാര്യമൊക്കെ നമുക്കുണ്ടാവും. പെരുമാറ്റ ശാസ്ത്രം അറിയില്ല. അറിയോ എന്താ? ഒരു ബെല്ലടിച്ചു, ആള് വരാൻ ഞാൻ അപ്പം തന്നെ രണ്ടാമത്തെ അടിക്കൂലേ? ഒക്കെ ചിരിച്ചല്ലോ, ഒക്കെ ആ സൈസ് തന്നെയാണ്. രണ്ടാമത്തെ അടിക്കും, അപ്പം തന്നെ മൂന്നാമത്തെ അടിക്കൂലേ? അപ്പം തന്നെ നാലാമത്തെ അടിക്കൂലേ? മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ വിളിച്ചാൽ, ഒരാളെ വീട്ടിലേക്ക് റസൂലുള്ള വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കുന്ന സമയം കാത്തിട്ടേ രണ്ടാമത് വിളിക്കുള്ളൂ. അതാണ് പെരുമാറ്റ ശാസ്ത്രം. അതാ പെരുമാറ്റ ശാസ്ത്രം. നമ്മൾ അപ്പം തന്നെ അടിച്ച് എന്തിനെങ്ങനെ അടിക്കണത്? നമ്മളെ വീട്ടിൽ കണ്ട പെരുമാറ്റ ശാസ്ത്രം പഠിക്കണം. നമ്മളെ വീട് എങ്ങനെ ഉണ്ടാക്കിയിരിക്കണത്? വീട്ടിലേക്കാണ് ഫസ്റ്റിൽ കയറി ചെല്ലുമ്പോൾ ഒരു കുറച്ച് സ്ഥലമുണ്ട്, ഒരു 3 ചെയറും ഒരു ഫാനും ഒക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിരിക്കണം. അതിനെന്താ പേര്? അതിനെന്താ പറയുക? നിങ്ങൾ പറഞ്ഞോളി, വരുമ്പോലെ വരട്ടെ. സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൻ്റെ മയനെന്ന് വെച്ചാൽ, സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിറ്റ് ഔട്ട്, പുറത്ത് വിശ്രമിക്കുക. ഇത് അകത്തുള്ളവരോടൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാണോ പറയണത്? അല്ല, പുറത്തുനിന്ന് വരുന്ന ആളോട് ഒരു ബെല്ലടിച്ചിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഒരു ബെല്ലടിച്ചിട്ട് സിറ്റ് ഔട്ട്, പുറത്ത് വിശ്രമിക്കുക. സമയമാകുമ്പോൾ തുറക്കും. ചിലപ്പോൾ ആ വീട്ടിൽ നിസ്കരിക്കായിരിക്കും, ചിലപ്പോൾ വാഷ്റൂമിലായിരിക്കും, ചിലപ്പോൾ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതാ റസൂലുള്ളാഹി തങ്ങൾ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കാത്തിട്ട് അടുത്ത വിളി. നമുക്ക് പെരുമാറ്റ ശാസ്ത്രമില്ലല്ലോ. അല്ലാഹു റബ്ബി. അപ്പോൾ ബെല്ലടിച്ചു. അപ്പം ഈ പെണ്ണ് ഒരേ സമയത്ത് പാല് തിളക്കണത് നോക്കണം, കുട്ടി കരയണത് നോക്കണം, ബെല്ലടിച്ചത് നോക്കണം. അതിൻ്റെ ഇടയിൽ മൊബൈൽ ഫോണിൽ ബെല്ലടിക്കും കൂടി ചെയ്താൽ പൂർത്തിയായി. അപ്പോഴാണ് നിങ്ങൾ ചോദിക്കണത് അനക്കെന്താ അവിടെ പണി? അജായി താന്ന് ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. നല്ല നിലക്ക് പോവുകയാണ് നല്ലത്. അള്ളാഹു ഖൈറ് തരട്ടെ. ഭാര്യയും ഭർത്താവും നല്ല നിലക്ക് ഇങ്ങനെ കഴിഞ്ഞു പോയാണ്ടല്ല, സ്വർഗത്തിലും ഒരുമിച്ചിരിക്കുക. അതാണ് യാസീൻ സൂറത്തിൽ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ഇവിടെ നല്ല ഇണയും തുണയും. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, അങ്ങനെ ജീവിച്ചു പോകുകയാണെങ്കിൽ അവർ രണ്ടാളും സ്വർഗത്തിലാണ്. എങ്ങനെ സ്വർഗത്തിലിരിക്കണത്? സ്വർഗത്തിലെ പാർക്ക്, നല്ല തണൽ മരം. ആ തണൽ മരത്തിന്റെ ചോട്ടിൽ നല്ല ചാരി കസേര, ചാരി കസേരയിൽ രണ്ടാളും ഇങ്ങനെ ഇരിക്കുക, ഭാര്യയും ഭർത്താവും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ വയസ്സത്തിനെ തന്നെയാണോ അവിടെയും കൊണ്ടിടക്കേണ്ടത്? അല്ലാ, ആ പേടി ആരും പേടിക്കണ്ട. അങ്ങനെ ഉണ്ടല്ല, നാളെ പള്ളിക്കെന്ന് മൊയ്ലാരി വയത് പറഞ്ഞു ഈ ഭാര്യമാരെയാണ് സ്വർഗത്തിലും ഉണ്ടാകാന്ന്. എന്നാൽ ഞാൻ ആ വൈക്കില്ല കേട്ടോ പറഞ്ഞൊരു ചങ്ങായി. ഇങ്ങനെയല്ല കുടുംബജീവിതം നയിക്കേണ്ടത്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഇണയും തുണയും. അത് അത്ര സന്തോഷമാവണം. മുത്തുനബി 63 വയസ്സായിട്ടും മുത്തുനബിന്റെ ഭാര്യമാർക്കൊപ്പം നബിതങ്ങൾ എന്തൊരു സന്തോഷത്തിലാണ് ജീവിച്ചത്. ഇതാണ് കുടുംബജീവിതം. ആസാറുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് വല്ലിപ്പാന്റെ ആസാറ് ബാപ്പ കണ്ടു, വല്ലിപ്പിയും വല്ലിമ്മയും കൂടി എന്തൊരു സ്നേഹ ജീവിതം അത് ബാപ്പ കണ്ടു. ബാപ്പയും ഉമ്മയും എന്തൊരു സന്തോഷമുള്ള പെരുമാറ്റം അത് മക്കൾ കണ്ടു, അല്ലേ? അവർ തമ്മിൽ എന്തൊരു സന്തോഷം അതാര് കണ്ടു? മക്കൾ കണ്ടു. അങ്ങനെയല്ലേ ജീവിതം വരുന്നത്? ആസാറുകൾ ബാക്കി വെക്കാന്ന് പറഞ്ഞത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കല്ലേ കുട്ടിയെ. ഞാൻ ഇപ്പം നിർത്തിക്കോളാം. അള്ളാഹു ഖൈറ് തരട്ടെ.